ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ കിളവിക്ക് അപ്പൂനോടാ പുന്നാരം. ഓ, മറ്റവളൊരു പോക്കങ്ങ് പോയല്ലോ. പിന്നെ ഞാൻ പോണാട്ടമ്പലത്തില് മാത്രമല്ല പോയത്, ആ കൂട്ടത്തില് മോളെ കൂടി കാണാൻ പോയി. ഋതിക മോളെ. ചേച്ചി വന്നേ. അപ്പു, എന്താ അപ്പു ഇവിടെ നിന്ന് പറയേ? ഇവിടെ ആരുമില്ല. ചേച്ചി, അവരെ കാണിച്ചതും ചേച്ചി പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. സത്യം പറയൂ ചേച്ചി, എന്താ ചേച്ചിക്ക് ഇവിടെ പ്രശ്നം? എനിക്കിവിടെ എന്ത് പ്രശ്നം? ചേച്ചി നുണ പറയുന്നതാ. അവര് പല കള്ളത്തനങ്ങളും കാണിച്ചു. എന്നോട് സത്യം പറയൂ ചേച്ചി. ഇല്ല അപ്പു, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ഉണ്ട്. ആരാ ചേച്ചിയെ വേദനിപ്പിക്കുന്നേ? രാജുവേട്ടനാണോ? എന്റെ പൊന്നപ്പു, വെറുതെ രാജുവിനെ തെറ്റിദ്ധരിക്കല്ലേ. എനിക്കിവിടെ യാതൊരു സങ്കടവും ഇല്ല. ഞാൻ പറഞ്ഞത് സത്യം. മുഖത്ത് നോക്കി കള്ളം പറയാൻ ചേച്ചി എന്നാ പഠിച്ചേ? ഞാനിതിപ്പോ ആരോടും പറയാൻ പോകുന്നില്ല. ചേച്ചി എന്ന് പറയുന്നോ അപ്പൊ ഞാൻ വല്യച്ഛനോടും മുത്തശ്ശിയോടും പറയും. വേണ്ട, ഇനിയും കള്ളം പറഞ്ഞ് എന്റെ ചേച്ചി വെറുതെ ചെറുതാവണ്ട. ഞാൻ ചേച്ചിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കാം. അപ്പന് ഓണം വെക്കേഷൻ തീർന്നില്ലേ? ഹോസ്റ്റലിലേക്ക് എപ്പോഴാ പോകുന്നേ? ഞാനിന്ന് പോവും. ഈ ഓണക്കാലത്ത് ഓർക്കാൻ ഒരുപിടി നല്ല ഓർമ്മകളുമായിട്ടാ ഞാൻ ഹോസ്റ്റലിലേക്ക് തിരികെ പോകുന്നത്. ഞാൻ പോട്ടെ ചേച്ചി. അമ്മമ്മേ, മോളെ. എന്നാ പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ മോളെ. പോട്ടെ. ശരി. മോളെ, ഈ വലിയ മനസ്സിന് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു, അതെല്ലാം എന്റെ മോൾ ഒഴിവാക്കി വിട്ടില്ലേ. നന്ദി മോളെ. മോളുടെ മുമ്പില് ഞങ്ങളൊക്കെ എത്ര അല്പര. ഒരിക്കൽ കൂടി നന്ദി മോളെ. ഇന്ന് കൂടെ വേതാളം ഇല്ലേ? ചേച്ചിയാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. വിക്രമാദിത്യം വരുമ്പോ വേതാളം വരുന്നത് പോലെ ഇവരുടെ പിറകെ ആ ദീപക്ക് കാണുമായിരുന്നല്ലോ. ഇന്ന് എവിടെ പോയവൻ? നീ എന്നാ ശേഖരനി നെല്ലിയാമ്പതിക്ക് പോകുന്നത്? അടുത്ത ആഴ്ച പോണെന്ന് വിചാരിക്കുന്ന ചേട്ടാ. ദീപക്കെതിരെ എഴുന്നേറ്റില്ല ചേച്ചി? ഇല്ല പ്രതാപ. അവനിങ്ങനെ യാതൊരു ഉത്തരവാദിത്തമില്ലാതെ കറങ്ങി നടന്നാലോ? എന്തെങ്കിലും ബിസിനസ്സോ മറ്റോ ചെയ്യാൻ പറ അവനോട്. നിങ്ങൾ അമ്മാവന്മാരല്ലേ, നിങ്ങൾ പറഞ്ഞു കൊടുക്ക അവന്. പിന്നെ ഞങ്ങള് പറഞ്ഞ കേൾക്കുന്ന ഒരു മുതല്.
എന്തായാലും അമ്പലക്കാളെ പോലുള്ള അവന്റെ ഈ കറങ്ങി നടപ്പ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. ശരാ, നിനക്ക് അവനെ നെല്ലിയാമ്പതി കൊണ്ടേ നിർത്തിക്കൂടെ? വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കണ്ട. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ ഏട്ടാ. അവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അട്ടകടി കൊള്ളാൻ പറ്റില്ലെന്ന്. അട്ടകടി കൊള്ളണ്ട, അട്ട ആകാതിരുന്നാ മതി. ചായ. ആ യാമിനി, അമ്മ അമ്പലത്തിൽ പോയെന്നല്ലേ പറഞ്ഞത്? അതെ ഏട്ടാ. പിന്നെ എന്താ ഇത്ര ലേറ്റ് ആവുന്നേ? അത് പോണാട്ടമ്പലത്തിലേക്കാ പോയിരിക്കുന്നത്. അപ്പം കൂടെയുണ്ട്. ദേ അവര് വന്നല്ലോ. ഞാൻ എന്റെ അപ്പൂനെ കുറച്ച് ഡ്രസ് കൂടി എടുക്കണമെന്ന് കരുതിയാ പോയത്. പക്ഷേ നല്ല കടകളൊന്നും കണ്ടില്ല. ഇപ്പൊ കിളവിക്ക് അപ്പൂനോടാ പുന്നാരം. ഓ, മറ്റവളൊരു പോക്കങ്ങ് പോയല്ലോ. പിന്നെ ഞാൻ പോണാട്ടമ്പലത്തിൽ മാത്രമല്ല പോയത്. ആ കൂട്ടത്തില് മോളെ കൂടി കാണാൻ പോയി. ഋതിക മോളെ. എന്നിട്ട് ഋതുമോൾക്ക് എന്തൊക്കെയുണ്ട് അമ്മ വിശേഷം? അവക്ക് അവിടെ സന്തോഷം തന്നെയാ. മോള് മിടുക്കിയായിട്ടിരിക്കുന്നു. ഒരു കുഴപ്പവും വരില്ല അമ്മേ. അത് നമുക്ക് അന്യവിടുന്നല്ലോ. ചേച്ചിക്ക് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ചേച്ചി മറയ്ക്കാൻ ശ്രമിച്ചാലും എനിക്കത് മനസ്സിലായി. പക്ഷെ ഇപ്പൊ അതിവിടെ പറയണോ? വേണ്ട. ഞാൻ ഇന്നലൊരു ദുസ്വപ്നം കണ്ടു. മോള് കരയുന്നതായിട്ട്. അതാ അമ്പലത്തിൽ പോയി വഴിപാട് കഴിപ്പിച്ചതിന് ശേഷം ഞാൻ കുഞ്ഞിനെ കാണാൻ പോയത്. ദൈവം അനുഗ്രഹിച്ച് അവക്കവിടെ പരമസുഖ. ആ സുഖമൊക്കെ ഞാൻ ശരിയാക്കി കൊടുക്കാം. അവനെയും അവളെയും തകർക്കാനുള്ള മിസൈലുകൾ ഞാൻ ശരിയാക്കുന്നുണ്ട്. വരട്ടെ. ഒരേ ഒരു കുറ്റബോധമേ എനിക്കുള്ളൂ അമ്മേ. ഒരു അച്ഛന്റെ സ്നേഹം എനിക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിലെനിക്ക് സങ്കടമുണ്ട്. എന്തോ എന്റെ മനസ്സും സാഹചര്യമൊക്കെ അങ്ങനെ ആയിപ്പോയി. ഞാൻ എന്റെ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേക്കും അവൾ മറ്റൊരാൾക്ക് സ്വന്തമായി.